അൺസർട്ടനിറ്റി ഉള്ള ഒരു ജോബാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ. കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാവും നമ്മളെ കാണുന്നുണ്ട്, ഭയങ്കര സ്ക്രീനിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാവാണ്. പക്ഷെ ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡാണ്. അതിൽ മെൻ്റൽ ഹെൽത്ത് നമ്മൾ സ്റ്റേബിളാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അതിനെ എങ്ങനെ ഈ ഒരു കോമഡി വെച്ചിട്ട് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അതോ ഫ്രണ്ട്സ് അങ്ങനെ വെച്ചിട്ടാണോ? സ്റ്റേബിൾ ആക്കി ഒരു ഡ്യൂറേഷൻ വരുന്നില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ കഴിഞ്ഞ അടുത്തൊരു സിനിമ സംഭവിക്കാൻ ചിലപ്പോൾ ഒരു 2 years എടുക്കാം, 1 year, 2 years, 3 years, മോർ ദാൻ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ സ്റ്റേബിളായി നിൽക്കണമല്ലോ, അതും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അതിനെങ്ങനെയാണ്? മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആണോന്ന് ചോദിച്ചാൽ അത് പ്രോപ്പർലി സ്റ്റേബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മോശമായിട്ട് ഈ ഫീൽഡിലേക്ക് കുറച്ച് മോശമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറഞ്ഞ അൺസർട്ടനിറ്റി ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. എന്താവും അറിയില്ല കരിയർ. മറ്റൊരു ജോബാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു മോഡൽ ഇല്ലല്ലോ. എല്ലാവർക്കും ഒറ്റ പാത്തുള്ളൂ. ഇപ്പൊ എനിക്കൊരു പാത്തായിരിക്കും, അങ്കിതക്ക് ഒരു പാത്തായിരിക്കുള്ളൂ. ഇതിനകത്ത് ഞാൻ എന്ത് പറഞ്ഞു തന്നാലും അങ്കിതക്ക് ആ പാത്തി പോയി അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഒരാൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോ കുറച്ച് പാടാണ്. മെന്റൽ ഹെൽത്ത് നമ്മുടെ മോശമാവും. നമുക്ക് ഈ മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നാളെ എന്ത് ചെയ്താൽ വർക്കൗട്ട് ആവും നമുക്ക് ഒരു ഐഡിയ ഇല്ല, ഫ്യൂച്ചർ കാണാൻ പറ്റില്ല. വേറൊരു ജോബിന് നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഓപ്പൺ ആണ്. ഇത് കുറച്ചും കൂടി ഭയങ്കര ലക്ഷത്തിലൊരാൾക്ക് അങ്ങനത്തെ ഒരു ജോബാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് മോശമാവും. നമ്മളതിന് അത് മനസ്സിലാക്കാം, നമ്മുടെ മെന്റൽ ഹെൽത്ത് മോശമാവും എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഭയങ്കര ഗുണമാണ്. അല്ലാതെ നമ്മൾ ഈ എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കും ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ആലോചിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഭ്രാന്തായിക്കൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. ഇത് പ്രശ്നമാണ്, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ, ഇതും ഈ പറയുന്ന ജോബ് വേറെ ആയിട്ട് എടുത്താൽ കുറച്ചൊക്കെ രക്ഷപ്പെടാം. എങ്ങനെ എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ക്വിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വേറെ പണി അറിയില്ല. ഇപ്പൊ എനിക്ക് ഇനി വേറെ ജോബൊന്നും അറിയില്ല. ഒന്നാമത് ഞാൻ ആദ്യം തൊട്ട് പഠിച്ചെടുക്കണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല.